CPM-ൽ എറണാകുളത്തെ ദയനീയ തോൽവി പരിശോധിക്കാൻ തയ്യാറെടുക്കുകയാണ് CPM. UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തിനേക്കാൾ കുറഞ്ഞ വോട്ട് ലഭിച്ചതിന് കാരണം തേടി പാർട്ടി ഒരു പുനരാലോചന നടത്തുന്നു എന്നുള്ളതാണ്. നവമി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. നവമി, ഹൈബി ഈഡന്റെ വമ്പിച്ച ജയമാണ്. അതും KJ ഷൈൻ അത് ഗംഭീരമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെ അവകാശപ്പെട്ട ജില്ലാ നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാണ് ആ ഞെട്ടിപ്പിക്കുന്ന ഭൂരിപക്ഷം ഹൈബി സ്വന്തമാക്കിയത്. എന്താണ് ജില്ലാ നേതൃത്വത്തിന്റെ ആലോചന? എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പൊതുവിലയിരുത്തൽ. എൽദോ, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഈ ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോഴും എറണാകുളത്തെ LDF പ്രവർത്തകർ എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു വോട്ട് ചോർച്ച ഉണ്ടായെന്ന് പരിശോധിക്കുകയാണ്. എറണാകുളം ജില്ല UDFന്റെ പൊന്നാപുരം കോട്ടയെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. ഈ ഹൈബിയുടെ പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും എവിടെ പോലും KJ ഷൈൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് LDF നേതൃത്വം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് എവിടെയാണ് ഇത്രയധികം വോട്ട് ചോർച്ച ഉണ്ടായത്. ഈ പാർട്ടി അംഗങ്ങളുടെ പോലും വോട്ട് പലയിടങ്ങളിലും കിട്ടിയില്ല. പ്രത്യേകിച്ചും P രാജീവിന്റെ മണ്ഡലം കൂടിയായ കളമശ്ശേരിയിലായിക്കോട്ടെ, തൃക്കാക്കരയിലായിക്കോട്ടെ വേണ്ട രീതിയിൽ വോട്ട് പെട്ടിയിലാക്കാൻ LDFന് കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും അവർ കണ്ടെത്തിയിരിക്കുന്ന വിലയിരുത്തൽ. എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു വോട്ട് ചോർച്ച ഉണ്ടായത്? P രാജീവിന് ലഭിച്ച വോട്ടിനേക്കാളും 1 ലക്ഷം വോട്ടാണ്, 1 ലക്ഷത്തിലധികം വോട്ടാണ് KJ ഷൈന് ലഭിക്കാതെ പോയത്. ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണെന്നാണ് ഇപ്പോഴും LDF പ്രതീക്ഷിക്കുന്നത്. എവിടെയാണ് പിഴച്ചത്? ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പ്രചാരണത്തിലാണോ അതോ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണോ ഇത്ര വലിയൊരു തിരിച്ചടിക്ക് കാരണം എന്നുള്ളൊരു പരിശോധനയാണ് ഇനി LDFന്റെ ഭാഗത്ത് നിന്നും നടക്കേണ്ടത്. അതോടൊപ്പം തന്നെ UDFനെ സംബന്ധിച്ച് ഹൈബിയുടെ ഉജ്ജ്വലമായ വിജയം, പക്ഷേ പറവൂർ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ പോലും പറവൂരിൽ വേണ്ട രീതിയിൽ UDFന് പ്രതീക്ഷിച്ച വോട്ട് ലഭിച്ചില്ല. അത് BJPക്കാണ് ആ വോട്ടിൽ കൂടുതലും പോയത് എന്നുള്ളൊരു ചെറിയ ആശങ്ക കൂടി UDF ക്യാമ്പിലും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും KJ ഷൈന്റെ മണ്ഡലം കൂടിയാണ് പറവൂർ. അവിടെ പോലും വേണ്ട രീതിയിൽ വോട്ട് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വലിയ ഒരു വിമർശനം അല്ലെങ്കിൽ വലിയ ഒരു വിലയിരുത്തൽ തന്നെയാണ് LDFന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 8% വോട്ടിന്റെ കുറവാണ് LDFന് ഇത്തവണ ഉണ്ടായത്. കഴിഞ്ഞ തവണ 2019 P രാജീവ് നേടിയ 3 ലക്ഷത്തിലധികം 3.25 ലക്ഷം വോട്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഒരു 2 ലക്ഷം പോലും തികയ്ക്കാൻ KJ ഷൈന് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു തിരിച്ചടിയായി തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. എന്തായാലും എറണാകുളം ജില്ലാ സെക്രട്ടറി അടക്കം എത്തി ഇതിലൊരു എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി വിലയിരുത്തി ഇത് പരിഹരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയായിരിക്കും ഇനി മണ്ഡലത്തിൽ ഉണ്ടാകുക എന്ന് കൂടിയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എൽദോ, ഓക്കെ, എറണാകുളത്തെ ആ ദയനീയ തോൽവി, വലിയ തോൽവിയാണ് എറണാകുളത്തുണ്ടായത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാലും KJ ഷൈൻ ഹൈബിയോട് തോൽക്കുമ്പോൾ അതിലെ ഭൂരിപക്ഷം ഞെട്ടിക്കുന്നതായിരുന്നു. നവമി എറണാകുളത്ത് നിന്ന് തുടർന്നൊരു നവമി, ഈ കാൻഡിഡേറ്റിന്റെ പ്രതികരണം ഇന്നലെ നവമി എടുത്തിരുന്നു. ഈ ഷൈൻ ടീച്ചർ പറയുന്നത് എന്തായിരുന്നു? അത് ഇത്രമാത്രം വലിയൊരു തോൽവി, വലിയ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ പോലും ഇത്രമാത്രം വലിയൊരു ഭൂരിപക്ഷം എതിർ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമെന്ന് കരുതിയിരുന്നു അവർ. എന്തോ ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഈ കേരളത്തിലെ ആകെയുള്ള LDFന്റെ ദയനീയമായ പരാജയത്തെ വലിയ രീതിയിലാണ് വിമർശിക്കുന്നത്. അതൊരു ഭരണവിരുദ്ധ വികാരമായി തന്നെ പലരും കണക്കാക്കുന്നുണ്ട്. പക്ഷേ KJ ഷൈൻ ടീച്ചറിനെ സംബന്ധിച്ച് അവർ പറയുന്നത് ഇതൊരു ഭരണവിരുദ്ധ വികാരമായി കണക്കാക്കുന്നില്ല. തനിക്ക് കുറച്ചുകൂടി പ്രവർത്തിക്കാനുള്ള സമയമുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും എറണാകുളം പോലുള്ളൊരു മണ്ഡലം LDF കീഴടക്കുമായിരുന്നു. പല തവണയും ഈ സ്വതന്ത്രരായ സെബാസ്റ്റ്യൻ പോളിനെ അടക്കം നിർത്തി LDF പിടിച്ചെടുത്ത ഒരു ചരിത്രം എറണാകുളത്തിനുണ്ട്. പക്ഷേ അപ്പോഴും അതൊക്കെ ചില കോൺഗ്രസിലെ തന്നെ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിലെ ചില അസ്വാരസ്യങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ വലിയൊരു മാറ്റം എറണാകുളത്തെ സംബന്ധിച്ച് LDFന് ലഭിച്ചിട്ടുള്ളത് കണ്ടിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം ഇത് UDFന്റെ തന്നെ മണ്ഡലമായി നിലനിൽക്കുന്നുണ്ട്. ഹൈബിയുടെ ഇത്തവണത്തെ വിജയമൊക്കെ നമുക്ക് അങ്ങനെ തന്നെയാണ് വിലയിരുത്താൻ കഴിയുന്നത്. പക്ഷേ KJ ഷൈൻ ടീച്ചറിനെ സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് താനൊരു പുതിയ മുഖമാണ്, തന്നെ പല
പലയിടങ്ങളിലും തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തന്റെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. എല്ലാവരും ഒരു പുനർചിന്തനം നടത്തണം. ഒരു കുട്ടി കുട്ടി പഠിക്കാൻ മോശമായാൽ അതിനെ ആ കുട്ടിയെ മാത്രം കുറ്റപ്പെടുത്തരുത്. അത് മാതാപിതാക്കളെ ആയിക്കോട്ടെ, രക്ഷിതാക്കളെ, അധ്യാപകരെ ആയിക്കോട്ടെ, അങ്ങനെ പലരെയും വിമർശിക്കേണ്ട അല്ലെങ്കിൽ അവരെയൊക്കെ ഇതിൽ കൂടുതൽ വിശദീകരണം തേടേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെയാണ് തന്റെ കാര്യവും. താൻ ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ട ഒരു തോൽവി, അതിൽ തനിക്ക് മാത്രമല്ല ഉത്തരവാദിത്വം, പലർക്കും ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുന്നു. ഇനി പാർട്ടിയെ തന്നെ അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തെ പരോക്ഷമായി വിമർശിക്കുന്നതാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആ രീതിയിലായിരുന്നു ടീച്ചറുടെ പ്രതികരണം. ഒപ്പം ഇന്ത്യ മുന്നണിയുടെ ഒരു നേട്ടവും അതും ടീച്ചർ അതിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നതും. എന്തായാലും LDFന്റെ ദയനീയമായ തോൽവി അത് ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. പക്ഷേ പാർട്ടി നേതൃത്വത്തിൽ അതിൽ വ്യക്തമായ സൂചനയുണ്ട്. നല്ല രീതിയിൽ വോട്ട് ചോർന്നിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും വോട്ട് കൃത്യമായി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പലരും എന്തുകൊണ്ടാണ് പാർട്ടി നേതൃത്വത്തിൽ അല്ലെങ്കിൽ പാർട്ടിയിൽ പ്രവർത്തകർക്കിടയിൽ തന്നെ ഇങ്ങനെ UDFിലേക്ക് വോട്ട് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന് പാർട്ടിയും വിലയിരുത്തുന്നുണ്ട്. എന്തായാലും KJ ഷൈൻ ടീച്ചറും ആ ഒരു വിലയിരുത്തൽ തന്നെയാണ്. തനിക്ക് കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ LDF കോട്ടയായി തന്നെ ഈ എറണാകുളത്തെ തിരിച്ചു പിടിക്കുമായിരുന്നു എന്നുള്ളൊരു വിശ്വാസം കൂടിയായിരുന്നു ടീച്ചർ പ്രകടിപ്പിച്ചത്. ശരി, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. എന്നാലും എറണാകുളത്തെ തോൽവി CPM അവിടുത്തെ നേതൃത്വം പരിശോധിക്കട്ടെ.